ഞാനൊന്നും അങ്ങ് പറഞ്ഞിട്ടില്ല ചാനലിൽ. 10 മണി വഴി പുറത്ത് വരട്ടെ. ഒരു ഭൂമിശാസ്ത്രത്തിൻ്റെയോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയോ ബാലപാഠം അറിയാമെന്നുള്ള ആരെങ്കിലും അങ്ങനെ എഴുതി കൊടുക്കുമോ? നിങ്ങൾ ഞാനും തടഞ്ഞാൽ അത് നിൽക്കില്ല, അതിൻ്റെ വഴി അറിയാം. അതുകൊണ്ട് ഒരു പുഴ പുതിയതായിട്ട് എടുത്തു. അവിടെ പുഴ 2ആയി, ചാലിയാർ പുഴ 2ആയി. വെള്ളത്തിന് അതിൻ്റെ വഴി അറിയാം, അതിൻ്റെ തടമറിയാം, അതിൻ്റെ സ്ഥലമറിയാം. ഇതിപ്പോൾ ജില്ലാ ഭരണകൂടത്തിലേക്കാണല്ലോ ഈ മുന്നറിയിപ്പുകളൊക്കെ വരുന്നത്. അവിടെ ഒരു വിദഗ്ധമായ ഹാൻഡ്ലിങ്ങിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ലേ? കാരണം എക്സാക്ട് ലൊക്കേഷൻ വരെ അവർ മുന്നറിയിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി മുതൽ താഴോട്ട് മുതൽ കേരളത്തിലെ ദുരന്ത നിവാരണ അതോറിറ്റികൾ ഇന്ത്യയിൽ വന്നത് 2005 ആക്ടോടു കൂടിയാണ് എല്ലാ സ്റ്റേറ്റിലും വന്നത്. ഇത് എല്ലാ സ്റ്റേറ്റിലും ഒരു പാർട്ട് ടൈം സംവിധാനമായിട്ടാണ് പോകുന്നത്, ഫുൾ ടൈം അല്ല. മന്ത്രിമാരുടെ ക്യാബിനറ്റ്, സബ് ക്യാബിനറ്റ് പോലുള്ള മന്ത്രിമാരാണ് അതിൻ്റെ അകത്ത് പ്രധാന കമ്മിറ്റി അംഗങ്ങൾ. ഓക്കെ, അതിരുന്നോട്ടെ. മന്ത്രിമാർ, മുഖ്യമന്ത്രി ചെയർമാനും മന്ത്രി. താഴെ പക്ഷേ ചീഫ് സെക്രട്ടറി ചെയർമാനായിട്ടുള്ള ഒരു വലിയ കമ്മിറ്റി ഉണ്ട്, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി. അതൊന്നും കൂടാറില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കൂടിയത് അവിടുത്തെ 1-2 പേർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവിടെ അത് കൂടാറുണ്ട്. ഞാൻ ചാനലിൽ കൂടെ അങ്ങ് പറയാണല്ലോ, കൂടാറില്ല. യഥാർത്ഥത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തിയറി പറയുന്നെന്താ, ആക്ട് പറയുന്നെന്താ, ഓരോ സീസണിലും ഉണ്ടാകാൻ പോകുന്ന ഡിസാസ്റ്ററുകൾ മനസ്സിലാക്കി അതിന് പ്രിപ്പയർഡ്നെസ് മീറ്റിങ്ങുകൾ നടത്തണം. ആ പ്രിപ്പയർഡ് മീറ്റിംഗ് നടത്താൻ വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ചീഫ് സെക്രട്ടറി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഏതിൻ്റെ? ഈ അതോറിറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. മാത്രമല്ല ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അദ്ദേഹം കമാൻഡർ ഇൻ ചീഫാണ്. കമാൻഡർ എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരെ പോലെ ചീഫ് എയർ കമാൻഡർ എന്നൊക്കെ പറയാം, കമാൻഡറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അധികാരമുണ്ട്. അപ്പോൾ കമാൻഡർ ഇൻ ചീഫായിട്ടുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള ചീഫ് സെക്രട്ടറി 2 മാസത്തിലൊരിക്കലെങ്കിലും എന്ത് കൂടണം? സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടണം. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റോട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിമാർ അതിനകത്തുണ്ട്. അപ്പോൾ സെക്രട്ടറിമാരോട് ചോദിക്കുമ്പോൾ അവർ ബാക്കി ഡീറ്റെയിൽസ് ആയി എടുത്ത് വരുമല്ലോ. എന്ത് പ്രിപ്പയർഡ്നെസ്സാണ് നിങ്ങൾ നടത്തുന്നത്? ഫയർ ആൻഡ് സേഫ്റ്റി എങ്ങനെ? ഓരോ ഇതുവരെ വന്ന പഠനങ്ങൾ, എന്താ ഗവേഷണ സ്ഥാപനം ഇതുവരെ എന്ത് നിങ്ങൾ പഠിച്ചു? റിപ്പോർട്ട് താഴോട്ട് കൊടുക്കുക. അവിടുത്തെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ അവസ്ഥ എന്താ? ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളെയും 2-3 മാസത്തിലൊരിക്കൽ എന്ത് ചെയ്യണം? നോക്കണം. അങ്ങനെ നോക്കിയില്ലെങ്കിലും മഴക്കാലത്തിന് മുമ്പേ തീർച്ചയായിട്ടും നോക്കണം. എവിടെ? സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു പ്രാവശ്യം. ജില്ലാ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നോക്കണം. കാര്യം ജില്ലാ കളക്ടർ ആരാ? ഇൻസിഡന്റ് കമ്മീഷണറാണ്. ഇൻസിഡന്റ് കമ്മീഷണറാണ്, ചെറിയ ആളല്ല. എല്ലാ സീസണിലും മീറ്റിംഗ് വിളിക്കണം. എന്നിട്ട് അവർ മീറ്റിംഗ് വിളിച്ചിട്ട് ജില്ലയ്ക്കാകെ വേണ്ട ഒരു കോമൺ മീറ്റിംഗ് മതി. എന്നിട്ട് എവിടെയാണോ ഇഷ്യൂ ഉണ്ടാവാനുള്ള ഹോട്ട്സ്പോട്ടുകൾ, മഴ കൂടുതൽ വന്ന സ്ഥലം, കഴിഞ്ഞ 10-20 വർഷത്തിൽ ഉരുൾപൊട്ടൽ വന്ന സ്ഥലം, ഫ്ലഡ് വന്ന സ്ഥലം, പകർച്ചവ്യാധി ഉണ്ടാവാൻ പറ്റുന്ന സ്ഥലം, ഞാൻ വയനാടിന് മാത്രമല്ല പറയുന്നത്, ഇത് എല്ലാം റെക്കോർഡുണ്ടല്ലോ. അവിടത്തേക്ക് സ്പെഷ്യൽ മീറ്റിംഗ് വിളിപ്പിക്കണം. അവിടെ അലർട്ട് ചെയ്ത് നിൽക്കണം ജനങ്ങൾ. ഈ പ്രോസസ്സൊന്നും ഇവിടെ നടന്നില്ല, വയനാട് നടന്നില്ല. ഒരു 10 മണി 5 മണി സർക്കാർ ഓഫീസ് സംവിധാനം, ഡേറ്റ, ഈ ഹുമ്മിൻ്റെ ഡേറ്റ. ഞാൻ ഹുമ്മിൻ്റെ വിഷ്ണുദാസുമായിട്ട് സംസാരിച്ചിരുന്നു പല ദിവസം. 400ഓളം പേർക്ക് നേരിട്ട് പോകും വാട്സപ്പിലൂടെ. ചുമ്മാ ഡേറ്റ പോയല്ല, അനാലിസിസ് ഇത് പോകുന്നതാണ്. 400 പേർക്ക് പോകും. അത് കളക്ടർക്ക് പോകും, കളക്ടറുടെ ഓഫീസിൽ പോകും, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സെല്ലിൽ പോകും. 400 പേർക്ക് പോകും. അത് വെച്ചിട്ടൊക്കെയാണ് അവരവിടെ പല കുഞ്ഞു കുഞ്ഞു പരിപാടികൾ നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ഇറങ്ങി പറഞ്ഞു, മേപ്പാടി പ്രസിഡൻ്റൊക്കെ. പക്ഷെ അത് ചെറുതായിപ്പോയി പറഞ്ഞത്. നമ്മളവരെ കുറ്റം പറയണ്ട, അവരും അത്ര പ്രതീക്ഷിച്ചില്ല. അവരും ഇത്രയും എക്സ്പെർട്ടുകളും അല്ല. ഇത്രയും വലിയ മഴ വരുമെന്നും ആ മഴ വന്നാൽ ഇത്രയും ഏരിയ എടുത്തുകൊണ്ട് പോകുമെന്നൊന്നും പാവങ്ങൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അവർ കിട്ടിയ വിവരങ്ങൾ അത്യാവശ്യം ആളുകളോടൊക്കെ ഒന്ന് പറഞ്ഞു, മാറാത്തവരവിടെ ഉണ്ട്. സ്കൂളിലാണ് കൊണ്ടാക്കിയത്, സ്കൂളിൽ തന്നെ എടുത്തുകൊണ്ട് പോയി. ഇത് ഒരു ലേസി ആയിട്ട് കണ്ടില്ല എല്ലാവരും. ജനങ്ങളും അങ്ങനെ കണ്ടു. ഞാൻ ഭരണവ്യവസ്ഥയെ മാത്രം നമ്മൾ ചിന്തിക്കേണ്ട, ജനങ്ങളും ഒരു ലേസി, കുഴപ്പമില്ല ഇതെന്നൊക്കെ വന്ന് പോയി. എത്രയോ കണ്ടിരിക്കണം ഉരുളുകൾ. നമ്മൾ 84 കണ്ടു, 2019 കണ്ടു, 2020 കണ്ടു, 2-3 വീട് എടുത്തുകൊണ്ട് പോയി. അത്രയും കുഴപ്പമില്ല എന്നുള്ള ഒരു ലാഗിനെസ് അവിടെ വന്നു. സിസ്റ്റത്തിൻ്റെ വലിയ ലാഗിനെസ് വന്നു. സിസ്റ്റം ഇങ്ങനെ പോരാ. അത് സുനാമി വന്നതിന് ശേഷം നമ്മുടെ സിസ്റ്റം, ഫ്ലഡ് വന്നപ്പോഴും ഇതൊക്കെ തന്നെ സ്ഥിതി, ഇത് വന്നപ്പോഴും ഇത് തന്നെ സ്ഥിതി, ആമഴഞ്ചൻ്റെ കാര്യത്തിലും ഇത് തന്നെ സ്ഥിതി. ഏത് വ്യവസ്ഥ എടുത്താലും സിസ്റ്റം ഒരു 24 hours 7 to 24 എന്നുള്ള സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യേണ്ടതുണ്ട് ചില സമയത്തെങ്കിലും. അത് നടക്കുന്നില്ല. അങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ള എക്സ്പീരിയൻസ് ഉള്ള
കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അനുഭവ സമ്പത്തുള്ള, ദുഃഖവും സുഖവും ഒക്കെ മനസ്സിലാക്കി ഫീൽഡ് നോളജുള്ള, അത് വളരെ പ്രധാനമാണ്, ഫീൽഡ് നോളജുള്ള സയൻറ്റിസ്റ്റുമാരോ ടെക്നോക്രാറ്റുകളോ പിന്നെ ടെക്നിക്കൽ എക്സ്പെർട്ടുകളോ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലില്ല. അതാണ് അതിൻ്റെ ഒരു കുറവ്. അവിടെ ഇരിക്കുന്നവരുടെ ശരാശരി പ്രായം എത്രയാണ്? പ്രായം പ്രധാന ഘടകമാണ് നമ്മൾ സയൻറ്റിഫിക് സ്റ്റാഫിന്. എന്തിനാണ് നമ്മൾ സീനിയർ ആളുകളുടെ കീഴിൽ PhD ചെയ്യുന്നത്, ഗൈഡ് ചെയ്യുന്നത്? നമുക്ക് സ്വന്തമായിട്ടും എഴുതിയാൽ പോരെ? എന്തിനാണ് ഹൗസ് സർജൻസി വെച്ചിരിക്കുന്നത്? എത്ര വർഷം വർക്ക് ചെയ്തിട്ടാണ് അടുത്ത പോസ്റ്റ് കൊടുക്കുന്നത്? ഞാനിത് നിങ്ങൾ ഏറിയല്ലേ, എന്തായാലും ഏറിയുമല്ലോ. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ സ്റ്റേറ്റ് ലെവലിലുള്ള ഓഫീസർമാരുടെ ഡെസിഗ്നേഷൻ 3 പോസ്റ്റ് ഒരാൾ ഹോൾഡ് ചെയ്യുന്നു. എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അതൊന്നും ഇതുവരെ നമ്മളിതൊന്നും പുറത്ത് പറഞ്ഞില്ല. പക്ഷേ ഇനി ഇത് ചർച്ച ചെയ്തേ പോകാൻ പറ്റുള്ളൂ. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പത്രത്തിൽ എഴുതിയിട്ടുണ്ട്, എല്ലാവരും എഴുതിയിട്ടുണ്ട്. അത് പറയുമ്പോൾ ഇവിടുത്തെ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ ആരെയും നമ്മൾ മോശമാക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല പറയുന്നത്. സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിലിരിക്കുന്ന 3 പോസ്റ്റാണ് ഒരാൾ ഒരു സമയം ഹോൾഡ് ചെയ്യുന്നത്. അതിനുള്ള കഴിവും അദ്ദേഹത്തിനില്ല, അതിനുള്ള ക്വാളിഫിക്കേഷനും അദ്ദേഹത്തിനില്ല, അതിനുള്ള എക്സ്പീരിയൻസും അദ്ദേഹത്തിനില്ല. പിന്നെ അതിനകത്ത് മറ്റുള്ളവർക്കും ഇല്ല. അയാൾക്ക് മാത്രമല്ല, അയാൾക്ക് പറ്റുന്ന കുറച്ച് ചെറുപ്പക്കാരെയാണ് അതിനകത്ത് വെച്ച്. ചെറുപ്പക്കാർ മോശമാണെന്നല്ല, ചെറുപ്പക്കാരെ മോഡൽ എന്ത് വേണം? പോളിസി ലെവൽ ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള, വളരെ വളരെ ആഴത്തിൽ എക്സ്പീരിയൻസ് ഉള്ള, കേരള സമൂഹത്തെ നന്നായി പഠിച്ചിട്ടുള്ള, ഫീൽഡിൽ പോയി നന്നായി പണിയെടുത്തിട്ടുള്ള എക്സ്പേർട്ടുകളെയും കൂടി ഇതിൻ്റെ തലപ്പത്ത് വേണം. അവരെ കൺസൾട്ടൻ്റായിട്ട് വെച്ചിട്ട് കാര്യമില്ല. അവർ വരും പോവും, കൺസൾട്ടൻ്റ് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകും. അത് നമ്മൾ എടുക്കാതിരിക്കുമല്ലോ. ഇപ്പോൾ ഞാൻ ഇവിടെ ഗസ്റ്റായിട്ട് വന്നു, ഞാൻ പറഞ്ഞ നിർദ്ദേശം വല്ലതും എടുക്കണമെന്നുണ്ടോ? ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ നടന്ന കൂട്ടത്തിൽ ഞാൻ വന്നു, അവിടുത്തെ പടിയൊക്കെ ഒന്ന് നന്നാക്കിയിരിക്കണേ, അല്ലെ വന്ന വഴി ഒന്ന് ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മൈൻഡ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ എനിക്ക് ഇതിനും കൂടി ഭരണത്തിലുണ്ടേ എനിക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്പേർട്ടുകളെ അങ്ങനെ ഒരു ശാസ്ത്രമാനം, അത് ജില്ലയിലും അത് തന്നെയാണ്. ജില്ലയിലും ഒരു ഫുൾ ടൈം സംവിധാനത്തിലേക്ക് മാറേണ്ട സമയമായി. അവിടെയും ഡെപ്യൂട്ടി കളക്ടർക്ക് ചാർജ്, അതൊക്കെ സ്വതന്ത്രമാക്കേണ്ട സമയമായി. 100 കമ്മിറ്റികൾ, അതെല്ലാം മാറ്റി ഇതൊരു ഫുൾ ടൈം സംവിധാനത്തിലേക്ക്. പഞ്ചായത്ത് എടുത്താലോ, അവിടെയും ഇത് ഫുൾ ടൈം സംവിധാനമല്ല. ഒരു കാര്യം കൂടെ ഗ്യാപ്പാണ്, അവിടെ പറഞ്ഞിട്ട് അടുത്തില്ല വരാം. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിനനുസരിച്ച് ലാസ്റ്റ് മാൻ കണക്ടിവിറ്റി എന്നൊരു വാക്കുണ്ട്. ലാസ്റ്റ് മാൻ കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൽ കിട്ടുന്ന ഒരു കാര്യം അവസാനത്തെ ആളുമായി കണക്ട് ചെയ്യണം, പെട്ടെന്ന് കണക്ട് ചെയ്യണം. അവസാനത്തെ ആൾ ആരാണെന്നറിയോ? വില്ലേജ് ഓഫീസറാണ്. നമ്മളെ ഈ സിസ്റ്റത്തിൽ റവന്യൂ വകുപ്പാണ് നോക്കുന്നത് സ്റ്റേറ്റിൽ. മുഖ്യമന്ത്രി ചെയർമാനാണെങ്കിലും വകുപ്പ് റവന്യൂയാണ്. ലാസ്റ്റ് മാൻ കണക്ടിവിറ്റി ഇല്ല. ഇവിടുത്തെ വില്ലേജ് ഓഫീസർ, മേപ്പാടിയിലെ വില്ലേജ് ഓഫീസർക്ക് അറിഞ്ഞൂടാ എത്ര സ്ലോപ്പ്, 22 ഡിഗ്രി സ്ലോപ്പിന് മുകളിൽ എത്ര വീടുണ്ട്, ആ വീട്ടിൽ ഇന്ന കൃഷി ചെയ്തുകൂടാ, ഇന്ന റിസോർട്ട് വെച്ചുകൂടാ. ഇതൊന്നും ആർക്കറിഞ്ഞൂടാ? അവിടുത്തെ വില്ലേജ് ഓഫീസർക്ക് അറിയാവോ? അതറിയണം. ഇതനുസരിച്ച് നമ്മൾ ചെയ്തില്ല. ഇനി വേറെ ഒരു ചതി നമ്മൾ കേരളം ചെയ്തിട്ടുണ്ട്. ഒരുപാട് ചതിയല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു, ILM. അപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്, നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടി എന്ത് ചെയ്യുക, ഒരു സ്ഥാപനം തുടങ്ങാൻ. പൈസ വന്നു. നമ്മൾ എന്ത് ചെയ്തു? ILDM ആക്കി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പേര് മാറ്റി. കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ വന്നു, അവിടെ എക്സ്പേർട്ടുകൾ വന്നില്ല. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നല്ലോ നേരത്തെ. പഴയ കഥയാണ്, ഇപ്പോഴത്തെ പുതിയ കഥയല്ല, പഴയ കഥയാണ്. ILMൻ്റെ പേര് മാറ്റി, അത്രേ ഉള്ളൂ. ഇതും പ്രശ്നമാണ്. അതൊരു ഗവേഷണ സ്ഥാപനം പോലെ ആവണം. PTP എന്നാലുള്ള, ഞാൻ പോയി ക്ലാസ് എടുക്കുന്ന ആളാണ്. എനിക്ക് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് പോകുന്നില്ല. പണ്ട് ഞാൻ സ്ഥിരം ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടതാണ്. എനിക്ക് സ്നേഹമുള്ളതുകൊണ്ട് പറയുന്നതാണ്, അല്ലാതെ തത്വമയിൽ വന്നിരുന്നവരെ കുറ്റപ്പെടുത്തുകയാണെന്ന് ആരും പ്രഷർ വിചാരിക്കരുത്. ILDM എന്ന് പറയുന്ന സ്ഥാപനം ILMൽ നിന്ന് ILDMലേക്ക് മാറിയപ്പോൾ കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ മാറി, ഓക്കെ, അതൊക്കെ മാറിക്കാണും. ട്രെയിനിങ്ങും കൂടി, അതിന് തർക്കമില്ല. പക്ഷേ അവിടെ അതിനനുസരിച്ചുള്ള എക്സ്പെർട്ടൈസും ഡിവിഷനും ഗവേഷണവും നടക്കുന്നില്ല. അതെൻ്റെ ഒരു കമൻ്റായിട്ട് പറഞ്ഞോളൂ. അത് ചെയ്യണമായിരുന്നു നമ്മൾ. ജില്ലയിൽ അത് നടക്കുന്നില്ല. 1:50,000 മാപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 500 മീറ്ററാണ്, 1 സെൻറ്റിമീറ്റർ, 500 മീറ്റർ സ്ഥലത്തെ കാര്യങ്ങൾ 1 സെൻറ്റിമീറ്റർ സ്ഥലത്താണ് വരച്ചു വെച്ചിരിക്കുന്നത്. അത് പോരാ. 40 മീറ്റർ സ്ഥലത്തുള്ള കാര്യങ്ങൾ 1 സെൻറ്റിമീറ്റർ വരയ്ക്കാൻ പറ്റിയ പടങ്ങളുണ്ട് പഞ്ചായത്തുകളിൽ. അതിനെ എടുത്ത് വയ്ക്കണം, നമ്മൾ പഠിക്കണം. പഞ്ചായത്ത് റിസോഴ്സ് മാപ്പിംഗ്, ഞാൻ ആ പ്രോജക്റ്റിലുണ്ടായിരുന്നാണ് എർത്ത് സയൻസിൽ ജോലി ചെയ്തിട്ട്. എല്ലാ പഞ്ചായത്തിലും പഞ്ചായത്ത് റിസോഴ്സ് മാപ്പിംഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ പഞ്ചായത്തിലും നീർത്തട മാസ്റ്റർ പ്ലാൻ ഉണ്ട്. ഇതുണ്ട് താഴെ. ഒരു മെമ്പർമാരും ഇത് കണ്ടു കാണത്തില്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റും ഇത് കണ്ടു കാണത്തില്ല. പണ്ടുണ്ടാക്കിയതാ. പല പഞ്ചായത്തിലും ഇത് കാണത്തോലുമില്ല. കാര്യം ഇത് മാപ്പല്ലേ, അതെവിടെ എവിടെയെങ്കിലും മൂലയിൽ ഇട്ടേക്കായിരിക്കും. പോരാ, നമ്മളെ ലാൻഡ് സ്ലൈഡ് മാപ്പുകൾ പുനർനിർവഹിക്കണം. റിപ്പോർട്ടുകൾ എല്ലാം ഇംഗ്ലീഷിലാണ്, സയൻറ്റിഫിക് ടെർമിനോളജികളാണ്.
ടെക്നിക്കൽ വേർഡ്സ് ആണ്, ഇതൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് അതെല്ലാം മാറി അതൊക്കെ ചെയ്തെടുപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയിലൊക്കെ വേണ്ടത്. ആ സിസ്റ്റം നമുക്കിന്നില്ല. അതുകൊണ്ട് അത് അടിമുടി പൊളിച്ചെഴുതണം. അതിനകത്ത് വേറെ അത് ഒരു ഗവൺമെന്റിനോടോ ഒരു സിസ്റ്റത്തോടോ അപ്പോഴഴിക്കുന്ന മുഖ്യമന്ത്രിയോടോ മന്ത്രിമാരോടോ ഉള്ള ശത്രുത ഉണ്ടോ? പൊളിറ്റിക്കൽ ഒന്നുമല്ല ഈ ക്വസ്റ്റ്യൻ, പൊളിറ്റിക്കൽ അല്ല എൻ്റെ ചോദ്യം ഉത്തരവെന്ന്. ഇറ്റ് ഈസ് പ്യുവർ അക്കാഡമിക് ആണ്, പ്യുവർ പിന്നെ സയന്റിഫിക് ആണ്. അത് പൊളിച്ചെഴുതണം, തർക്കമില്ല. പൊളിച്ചെഴുതിയല്ലാതെ നമുക്ക് ഇത് സിസ്റ്റത്തിന് എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ജോലി കൊടുക്കണ്ടെന്നോ സ്ഥിരം ആളുകളെ പിരിച്ച് ഒന്നുമില്ല. അവർക്കെല്ലാം കൊടുത്തോളൂ, അവരെല്ലാം സിസ്റ്റത്തിൽ ഉൾക്കൊണ്ടോളൂ. പക്ഷേ അത് പ്രൊഫഷണൽ ആക്കണം, ടെക്നിക്കൽ ആക്കണം, സയന്റിഫിക് ആക്കണം. എക്സ്പീരിയൻസ്ഡ് ആളുകൾ മുകളിൽ ആവശ്യമുണ്ട്. ഈ ദുരന്തത്തിന് ശേഷം നമ്മളെല്ലാം ഞെട്ടിച്ച ഒരു സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നു, ഈ വിദഗ്ധ അഭിപ്രായം ജനങ്ങളിലേക്ക് എത്തരുത്. കാരണം അത് പിൻവലിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കിങ്ങനെ സംസാരിക്കാൻ പോലും കഴിയും. എനിക്ക് കുഴപ്പമില്ല, ഞാൻ സംസാരിച്ചില്ല. കാരണം ഞാൻ പ്രളയ സമയത്ത് അന്ന് സർവീസിലുണ്ട്. ഞാനിപ്പം സർവീസിന് പുറത്തേക്കാണല്ലോ. സർവീസിലുള്ള സമയത്ത് ഞാൻ ഈ ചാനലുകളിൽ പോകുന്ന ആളാണ്, എല്ലാ ചാനലുകളിലും പോകുന്ന ആളാണ്, എല്ലാ പത്രങ്ങളിലും എഴുതുന്ന ആളാണ്. ഞാൻ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഓരോ ദിവസം നോക്കിയപ്പം ഏതോ റൂമൊക്കത്ത് ആരോ അയച്ച്, അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരാളിപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞാൻ പിന്നെ തിരക്കിയിരുന്നു പോലീസ് സ്റ്റേഷനിൽ. ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളൊരു കമൻ്റ് എഴുതുന്നു ഗവൺമെൻറ്റിന്, ഒരു കത്ത് മുഖ്യമന്ത്രിക്ക്. എന്താണ്? ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഓഫീസ് സമയമൊക്കെ കൂടി മെനക്കെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ലേഖനം എഴുതുന്നു, പുസ്തകം എഴുതുന്നു, ചാനലുകളിൽ പോകുന്നു. അപ്പോൾ എനിക്ക് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഒരു അന്വേഷണം ഇടുന്നു, പ്ലാനിങ്ങിൽ നിന്ന് എനിക്ക് കത്ത് തരുന്നു. ഞാനൊരു മറുപടി കൊടുത്തു. ഇത് ഞാൻ ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളാണ് പറയുന്നത്, ഞാനിത് അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ജോലിയിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല, എനിക്ക് അങ്ങനെ ജോലിയിൽ പ്രോജക്റ്റുകൾ ചെയ്യുന്നില്ല എന്ന് ഓഫീസിൽ നിന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തു. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ് പറ്റത്തില്ല, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വേണം താങ്കൾ നടപടി എടുക്കാതിരിക്കാൻ. അപ്പോൾ സർക്കാർ എപ്പോഴും എഴുതുമ്പോഴങ്ങനെയാണല്ലോ, നടപടി എടുക്കാതിരിക്കണമെങ്കിൽ വീണ്ടും തൃപ്തികരമായ വിശദീകരണം തരണമെന്ന് പറഞ്ഞു. ഞാനൊന്നും അങ്ങ് പറഞ്ഞിട്ടില്ല ചാനലിൽ, 10 മണി പുറത്ത് വരട്ടെ. വീണ്ടും എനിക്ക് തന്നു. ഞാനൊരു 10 പേജുള്ള റിപ്പോർട്ട് കൊടുത്തു. അത് കെപ്റ്റൻ അവേൻസ് എന്ന് പറഞ്ഞ് എഴുതി വെച്ച് അവിടെ ഇരിപ്പുണ്ട്, സെക്രട്ടറിയിൽ എവിടെ ഇരിപ്പുണ്ട്. അപ്പോഴും നടന്ന വേറെ കാര്യം, ഞാൻ ഈ ചാനലുകളിലൊക്കെ ഇങ്ങനെ പോവല്ലേ, അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നെപ്പോലൊരു 5-6 പേരെ ചാനലുകളിൽ പോകുന്നവരുണ്ടാവും. കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു ഷാജി സാറ്, ഡോക്ടർ ഞാൻ പേര് പറയുന്നത് കുഴപ്പമില്ല, അവരെല്ലാം വരുന്നതാണ് ചാനലുകൾ. പിന്നെ അഭിലാഷ്, കൊച്ചി യൂണിവേഴ്സിറ്റി അഭിലാഷ് സ്ഥിരമായി ചാനലിലൊക്കെ വരുന്നതാണ്. കുസാറ്റിലെ മനോജ്, ഡോക്ടർ മനോജ് ചാനലുകളിലൊക്കെ വരുന്നതാണ്. പിന്നെ ഇങ്ങനെ ഞങ്ങളൊരു 5-6 പേരാണ് ചാനലുകളിൽ വരുന്നത്, വേറെ ആരും അങ്ങനെ വരാറില്ല. അപ്പോൾ ഉടൻ തന്നെ 67 നിയമമുണ്ട് ഇവിടെ. സർക്കാർ ഉദ്യോഗസ്ഥർ പുസ്തകം എഴുതുക, ലേഖനം എഴുതുക, അതിൻ്റെ കണ്ടന്റ് ഉൾപ്പെടെ ഗവൺമെന്റിന് കൊടുത്ത് അനുവാദം വാങ്ങിട്ട് ചെയ്യണമെന്ന്. ഈസ് ഇറ്റ് പ്രാക്ടിക്കൽ? ചെയ്യാൻ പറ്റുന്നതാണോ അത്? ആ ഓർഡർ പൊടി തട്ടിയെടുത്തു. ഗവൺമെന്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അയച്ച് പത്രത്തിലൊക്കെ വന്നു. അങ്ങനെയാണോ ചെയ്യേണ്ടത്? ആരാണിത് അഡ്വൈസ് ചെയ്യുന്നത്? ഈ സമയത്ത് ഈ ഒരു ഉത്തരവ് പറഞ്ഞു. ഈ ഉത്തരവിൻ്റെ ഒരു മിനിറ്റ്സ് ഉണ്ട്. എന്താ മിനിറ്റ്സ് എന്നറിയാമോ? അവിടെ ഔദ്യോഗികമായി കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനും മറ്റു കാര്യങ്ങളും ചെയ്യാൻ കളക്ടറും മറ്റേ കമ്മീഷനും ചെയ്യട്ടെ. എല്ലാവരും കണ്ണി കണ്ടതുപോലെ എന്ത് ചെയ്യണ്ട, പറയണ്ട എന്നൊരു അല്ല, സയന്റിസ്റ്റ് എന്നൊരു വാക്കൊന്നും ആ മിനിറ്റ്സിലില്ല ചീഫ് സെക്രട്ടറിയുടെ മീറ്റിങ്ങിൽ. ഇതെടുത്തപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഇരിക്കുന്ന ചേട്ടന്മാർക്ക് വിമർശനം ഇഷ്ടമല്ലല്ലോ, വിമർശനം പോലെ തന്നെ അഭിപ്രായം ഇഷ്ടമല്ലല്ലോ. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട കാര്യമാണ്. കുഞ്ചൻ നമ്പ്യാർ ശികാന്ത് എതിർക്കുമായിരുന്നല്ലോ സമൂഹത്തെ. രാജാവിൻ്റെ മുഖത്ത് നോക്കി നമ്പ്യാർ അറസ്റ്റ് ചെയ്തോ? രാജാവിൻ്റെ കാലമാണ്. എം കൃഷ്ണൻ നായർ സാർ സാഹിത്യത്തെ വിമർശിച്ച് അവസാനം നോവൽ എഴുതുന്നവർ, കഥ എഴുതുന്നവർ കൃഷ്ണൻ നായർ സാർക്ക് അയച്ചു കൊടുക്കും. സാറേ ഒന്ന് വിമർശിക്കൂ, അടുത്ത കലാകുമുദിൽ എന്നെ ഒന്ന് വിമർശിക്കൂ, കാര്യം അങ്ങനെയെങ്കിലും എൻ്റെ നോവലൊന്ന് പബ്ലിസിറ്റി വരട്ടെ. ഇത് ചവറാണെന്നൊക്കെയാണ് എഴുതണത്, നിങ്ങൾ വായിക്കരുത്, ചവറാണെന്നാണ് എഴുതുന്നത് കൃഷ്ണൻ നായർ. പക്ഷെ കൃഷ്ണൻ നായർ സാറിന് എതിരെ ഒരു ട്രോളും വന്നിട്ടില്ല, ആരും സാറിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. എം.എൻ. വിജയൻ സാറ് പാർട്ടി അവരെ വിശ്വസിച്ച പാർട്ടിയിൽ നിന്ന് പുറത്തു പോണത് വരെ അദ്ദേഹം പറഞ്ഞതൊക്കെ നമുക്ക് നിന്നല്ലോ കേരള സമൂഹത്തിൽ. ഞാൻ കുഞ്ചൻ നമ്പ്യാർ, എം.എൻ. വിജയ മാഷ്, എം കൃഷ്ണൻ നായർ സാറ്, സഞ്ജയൻ, ഇങ്ങനെ സമൂഹത്തെ വിമർശിക്കുന്നവരെയാണ് നമുക്ക് എന്ത് കൊടുക്കേണ്ടത്? നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്. കാര്യം മറ്റുള്ളവർ കാണാത്തത് അവർ കാണുന്നു. രാജാവ് നഗ്നനാണെന്ന് പറഞ്ഞ കുട്ടിയെ കൊല്ലുകയല്ല ചെയ്തത്, കുട്ടിക്ക് പട്ടും വളയും കൊടുത്ത് കുഞ്ഞിന് മുട്ടായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു എന്നാണ് ചരിത്രത്തിൽ കിടക്കുന്നത്. അപ്പോൾ ഒരു ഭരണവ്യവസ്ഥയിൽ ഫോർത്ത് എസ്റ്റേറ്റുകാരായിട്ടുള്ള മാധ്യമങ്ങളോ ക്രിട്ടിക്കലായിട്ടുള്ള സാഹിത്യകാരന്മാരോ ശാസ്ത്രകാരന്മാരോ
ആ ഭരണവ്യവസ്ഥയിൽ ഇന്ന പോരായ്മ ഉണ്ട് എന്ന് അല്ലെങ്കിൽ ഇതുകൂടി ശ്രദ്ധിക്കേണ്ടതാണെന്ന് എഴുതിയാൽ പറഞ്ഞാൽ അവരെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ നിർഭാഗ്യവശാൽ ഇവിടെ ഈ ഒരു മിനിറ്റ്സിൻ്റെ ബലത്തിൽ ഞാൻ അവരെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. എന്നെ വലിയ ഇഷ്ടവുമാണ്, അവർക്കും എന്നെ വലിയ ഇഷ്ടമാണ്, എനിക്ക് അവരെ ഇഷ്ടമാണ്. ടിങ്കു ബിസോൾ IAS വളരെ ജെന്റിൽ വിമനാണ്. അവരാണ് ഈ ഉത്തരവ് ഇറക്കിയത്. അവർ തെറ്റിദ്ധരിക്കപ്പെട്ടോ സ്പീഡ് കൂടിയതുകൊണ്ട് ഇറക്കിയതാണോ അതോ എവിടെന്നെങ്കിലും പ്രഷറുണ്ടോ എനിക്കറിയത്തില്ല. അവരാണ് ഈ ഉത്തരവ് ഇറക്കിയത്. അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കാൻ പാടുണ്ടോ? മുൻകാലങ്ങളിൽ ഒരു കിണറിടിഞ്ഞാൽ, ഒരു പരിസ്ഥിതി പ്രശ്നം ഉണ്ടായാൽ, ഒരു ദുരന്തം ഉണ്ടായാൽ ആദ്യം അവിടെ എത്തുന്ന ടീമാണ് സയൻറ്റിസ്റ്റുമാർ. അവരഭിപ്രായം പറയും, ഇന്ന കാരണങ്ങൾ കൊണ്ടുണ്ടായി, ഇന്നതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ഡോക്യുമെൻറ്റും ചെയ്യും. അവിടെ എല്ലാ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് വരും. ഈ പറയുന്ന സ്ഥലത്ത് ഇതുണ്ടായ സമയത്ത് തന്നെ ജിയോളജി സർവേക്കാർ പോയല്ലോ, GSAക്കാർ പോയല്ലോ. അതുപോലെ കേരള സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്നത് ഇവിടുത്തെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരായിട്ടുള്ളൊരു കമ്മിറ്റി ഉണ്ടാക്കി അടിയന്തരമായിട്ട് അവിടെ പോകാൻ പറയണമായിരുന്നു. അവരുടെ റിപ്പോർട്ട് കൂടി വാങ്ങണമായിരുന്നു. എന്നിട്ട് അവിടെ ആരോ പോയി റിപ്പോർട്ട് ചെയ്യട്ടെ. ഇനി എന്തെല്ലാം പഠനം നടക്കുന്നു. നമ്മൾ സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് മുഴുവൻ ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ, സൂഡോ സയൻറ്റിസ്റ്റുകളോ കുഴപ്പക്കാരെ മാറ്റി നിർത്താം നമുക്ക്, അല്ലെങ്കിൽ കുഴപ്പന്മാരെ മാറ്റി നിർത്താം. ബാക്കിയുള്ളൊരു ചെറു സമൂഹത്തിൻ്റെ ഉറക്കൊഴിയലല്ലേ, അവരുടെ സ്വപ്നമല്ലേ നമ്മുടെ റോക്കറ്റ്, അവരുടെ സ്വപ്നമല്ലേ ഈ സാങ്കേതിക വിദ്യ മൊത്തം, അവരല്ലേ പഠിച്ച് തരേണ്ടത്. അതിന് പകരം ഒരു വിചിത്രമായ ഓർഡർ ഇറങ്ങി. ഭാഗ്യവശാൽ ആ വിചിത്ര ഓർഡർ പെട്ടെന്ന് പിൻവലിച്ചു. സർക്കാരിന് അങ്ങനെ നയമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മളെപ്പോഴും ഭരണവ്യവസ്ഥയെ വിശ്വസിക്കണം പൗരൻ, അല്ലെങ്കിൽ പിന്നെ അനാർക്കി ഉണ്ടാവും രാജ്യത്ത്. ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. എൻ്റെ മുഖ്യമന്ത്രിയാണ്, എൻ്റെ മന്ത്രിമാരാണ്, ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കാരണം അല്ലെങ്കിൽ അനാർക്കി ഉണ്ടാവും. നമ്മൾ ആ വിശ്വാസം വന്നു പോയാൽ ഭരണവ്യവസ്ഥയെ വിശ്വസിക്കണം. കേന്ദ്ര ഗവൺമെൻറ് നമ്മൾ വിശ്വസിക്കുന്നു, സംസ്ഥാന ഗവൺമെൻറ് വിശ്വസിക്കുന്നു, കോർപ്പറേഷനെ വിശ്വസിക്കുന്നു, ഈ ഉദ്യോഗ സംവിധാനത്തിനെ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ മുമ്പോട്ട് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് മുഖ്യമന്ത്രി അത് തള്ളിപ്പറഞ്ഞു, മുഖ്യമന്ത്രി ഓഫീസ് അത് തള്ളിപ്പറഞ്ഞു. വെൽ ആൻഡ് ഗുഡ്. നമ്മളത് ഞാനൊക്കെ അത് വിശ്വാസത്തിലെടുക്കും, വളരെ സന്തോഷം. പക്ഷേ താഴെ ചില ആളുകൾ ഫയൽ ജനറേറ്റ് ചെയ്തു. ആര് എന്തിന് ചെയ്തു? ഒരു കാര്യം കൂടെ മനസ്സിലായിക്കോളൂ, ഞാൻ അതിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ ഒരിക്കലും ഉരുൾപൊട്ടൽ ഉണ്ടാവാത്ത സ്ഥലമായിരുന്നു. അല്ല, 84 ഉരുൾപൊട്ടലുണ്ടായി. 2020 ഉരുൾപൊട്ടലുണ്ടായ ഒരാൾ മരിച്ചുപോയി, ഒരു വീട് തകർന്നു, ആൾ ജീവിച്ചിരിപ്പുണ്ട്. 19 ഉരുൾപൊട്ടലുണ്ടായി. തെറ്റല്ലേ അത്? പത്രസമ്മേളനത്തിൽ പറഞ്ഞതാണ് ബന്ധപ്പെട്ട അധികാരികൾ, ആരെന്ന് ഞാൻ പറയുന്നില്ല. അടുത്ത വേറൊരു കാര്യം പറഞ്ഞു. പുഞ്ചിരിമട്ടം എന്ന് പറയുന്നത് നദിയുടെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. സമ്മതിച്ചു, നദിയുടെ തീരത്താണ് കിടക്കുന്നത്. അപ്പം നദിയുടെ ഫ്ലഡ് പ്ലെയിനാണ്, പ്രളയ തടമാണ് എന്ന് പറഞ്ഞാൽ നദിയിൽ വെള്ളം ഇറങ്ങുമ്പോൾ കയറി കിടക്കാനൊക്കെ പ്രളയ തടമാണ്. അവിടെ താമസിക്കുന്നവർക്ക് എന്തിനു മുന്നറിയിപ്പ് കൊടുക്കുന്നു? ഇതാണൊരു ചോദ്യം. ഒരു ഭൂമിശാസ്ത്രത്തിൻ്റെയോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെയോ ബാലപാഠം അറിയാമെന്നുള്ള ആരെങ്കിലും അങ്ങനെ എഴുതി കൊടുക്കുമോ ബന്ധപ്പെട്ടവർക്ക് ഇത് പറയാൻ? 80 ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള കിഴക്കാൻ തൂക്കായൊരു മല, ആ മലയിൽ നിന്ന് താഴേക്ക് വരുന്ന പ്രദേശങ്ങൾ, അവിടെയുള്ള സെഡിമെൻറ്റ്സ് എല്ലാം വന്ന് മറിയാൻ പറ്റിയ ഫ്ലഡ് പ്ലെയിൻ സ്വാഭാവികമായിട്ട് അവിടെ വരുള്ളൂ. അതിന് പോകുന്ന വഴി, വെള്ളത്തിന് അതിൻ്റെ വഴി അറിയാന്നേ. നിങ്ങൾ ഞാനും തടഞ്ഞാൽ അത് നിൽക്കില്ല, അതിൻ്റെ വഴി അറിയാം. അതുകൊണ്ട് ഒരു പുഴ പുതിയതായിട്ട് എടുത്തു. അവിടെ പുഴ 2ആയി, ചാലിയാർ പുഴ 2ആയി. വെള്ളത്തിന് അതിൻ്റെ വഴി അറിയാം, അതിൻ്റെ തടമറിയാം, അതിൻ്റെ സ്ഥലം അറിയാം. അതുകൊണ്ട് നമ്മൾ പ്രാദേശിക ഡേറ്റ എടുക്കുന്നതിൽ, എവിടെന്നെങ്കിലും കിട്ടുന്ന ഡേറ്റകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസിമിനേറ്റ് ചെയ്യുന്നതിൽ, ആവശ്യമായ തയ്യാറെടുപ്പ് നടത്തുന്നതിൽ ശാസ്ത്രീയമായി പരാജയപ്പെട്ടു, ടെക്നിക്കലായി പരാജയപ്പെട്ടു. അപ്പോഴാണ് ഊനിന്മേൽക്കൊരു പോലെ ഇരുട്ടത്തടി പോലെ ശാസ്ത്രജ്ഞന്മാരും സാങ്കേതിക വിദഗ്ധരും ഇനി ഒന്ന് റിപ്പോർട്ട് ചെയ്യരുത്. ഓക്കെ, സമ്മതിച്ചു. നിങ്ങളിതൊന്ന് റിപ്പോർട്ട് ചെയ്യരുത്, പത്രക്കാരോട് പറയരുത്. ഓക്കെ, സമ്മതിച്ചു. ഒരു കൂടുതൽ പാനിക് ഉണ്ടാവുന്നുള്ളതുകൊണ്ട് നിങ്ങൾ പത്രങ്ങളോട് പറയരുത്. അവിടെ തീർന്നാൽ കുഴപ്പമില്ല. അടുത്ത സെൻറ്റൻസ് എന്തറിയോ? നിങ്ങളെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആരെയും കൊണ്ട് കൊടുക്കാൻ? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി കൊണ്ട് കൊടുക്കാൻ. എന്തൊരു വൈരുദ്ധ്യമാണ്, എന്തൊരു വികലതയാണ് ഉത്തരവ്. അതിനെ തുല്യം ചേർത്തുന്നു, ഒപ്പിടുന്നു, ഉത്തരവാകുന്നു. നാഷണൽ ചാനൽ വരെ അത്, എനിക്ക് തോന്നുന്നു BBC റിപ്പോർട്ട് ചെയ്തോന്ന് അറിയത്തില്ല, എല്ലാവരും റിപ്പോർട്ട് ചെയ്തു. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ? അപ്പം ഇത് അനുഭവ സമ്പത്തില്ലാത്ത ഒരു സംഘമാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിടത്താണ് പറഞ്ഞത്. അവർ അനുഭവ സമ്പത്തും എക്സ്പീരിയൻസും ഉള്ളവരായിരുന്നെങ്കിൽ ഈ അസഹിഷ്ണുതകൾ കേട്ടാലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ അസഹിഷ്ണുതയിൽ കൂടി ചേരുന്നതാണെന്നും ആരെങ്കിലും വിമർശിക്കുകയോ പറയുകയോ ചെയ്യുകയാണെങ്കിൽ, ലേഖനം എഴുതുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടെ, അതിൻ്റെ മെരിറ്റ് നമ്മൾ എടുക്കാമെന്നും ഡിമെരിറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം,
മാറ്റി വയ്ക്കാമെന്നുള്ള ഒരു എക്സ്പീരിയൻസിലുള്ള ടീമാണ് ഇത് ഈ സംവിധാനം കൊണ്ടുപോയിരുന്നെങ്കിൽ കുറേ കൂടി നമുക്ക് കളർഫുൾ ആക്കാമായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. അതൊരു നിരാശയാണ് നമുക്കുള്ളത്. എന്തായാലും നമ്മൾ ഈ ശാസ്ത്രീയമായി പരാജയപ്പെട്ടു. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അല്ലെങ്കിൽ പരിസ്ഥിതി വകുപ്പ് പറഞ്ഞിരിക്കുന്നത് കേരളം വരുത്തിവെച്ച ദുരന്തം എന്നാണ്. ഇനിയിപ്പോൾ റീഹാബിറ്റേഷനിലെങ്കിലും പുനരധിവാസത്തിലെങ്കിലും ഒരു പ്രതീക്ഷ അർപ്പിക്കാമോ? പുനരധിവാസത്തിലും ഞാൻ പല ചാനലുകളിലും പല ഇതിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ പത്രങ്ങളിൽ എഴുതാനായിട്ട് നിൽക്കുന്നു. നമുക്ക് ഒരു പ്രശ്നമുണ്ട്. പരമ്പരാഗത രീതിയിലാണ് പുനരധിവാസം നടത്തുന്നതെങ്കിൽ നമ്മൾ ഫെയിലിയർ ആയിരിക്കും. എന്താ പരമ്പരാഗത രീതി? ഞാൻ വേഗത്തിൽ പറഞ്ഞു, സമയം എടുക്കുന്നില്ല. നമ്മളൊരു ദുരന്തം ഉണ്ടായി, ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, ഉടനെ തന്നെ വില്ലേജ് ഓഫീസർ ആളുകൾ റെസ്ക്യൂ നടത്തി. ഇപ്പം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റെസ്ക്യൂ നടക്കുന്നു, റിക്കവറി ഇതാണ് ഇപ്പം നടക്കുന്നത്. പിന്നെയാണ് റീഹാബിലിറ്റേഷൻ. എല്ലാം 6ആണ്. റെസ്ക്യൂ എന്ന് പറഞ്ഞാൽ ആളുകളെയൊക്കെ കണ്ടുപിടിക്കുന്നു, റിക്കവറി എന്ന് പറഞ്ഞാൽ മറ്റ് വസ്തുക്കളെല്ലാം കണ്ടുപിടിക്കുന്നു, എന്നിട്ട് റീഹാബിലിറ്റേഷൻ. അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രോസസ്സുണ്ട്. ഒരു റാപ്പിഡ് അസസ്മെൻറ്റ് നടത്തും. വില്ലേജ് ഓഫീസർ പോയിട്ട് എല്ലായിടത്തും എഴുതി, കൃഷി ഓഫീസറൊക്കെ കൃഷിക്കുണ്ടായ നഷ്ടം ഓരോന്നും നഷ്ടം കണക്കാക്കും. എന്നിട്ട് കോടിക്കണക്കിന് രൂപയുടെ ഒരു പ്രപ്പോസൽ, കൊട്ടക്കണക്കാണ്. ഇത്ര വീട് നഷ്ടപ്പെട്ടു, ഇത്ര രൂപ വേണം, ഇത്ര കൃഷി, ഇങ്ങനെ കൊട്ടക്കണക്കാണ്. അതിനകത്ത് ഒരു ഡേറ്റാബേസ് അല്ല. ഈ കണക്കെടുത്തിട്ട് ആർക്ക് കൊടുക്കും? ഗവൺമെൻറ് കൊടുക്കും. കളക്ടർ വഴി ഗവൺമെൻറ് കൊടുക്കും. ഗവൺമെൻറ് അതിൽ കുറേ കേന്ദ്ര ഗവൺമെൻറ്റിലേക്കും അവർ ഇങ്ങനെ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? പാക്കേജിൽ ഗവൺമെൻറ് 1000 കോടിയുടെ നഷ്ടം അറിഞ്ഞെങ്കിൽ 2000 കോടി എന്നങ്ങ് പ്രഖ്യാപിക്കും. ഒരു പൈസയും കണ്ടിട്ടുമല്ല, ഒന്ന് വെച്ചുമ്പോൾ പ്രഖ്യാപിക്കും. കാരണം ഒരു ജനാധിപത്യമാണല്ലോ, പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പദ്ധതികൾ പ്രോജക്റ്റ് ആക്കാൻ പറയും. ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രോജക്റ്റ് ആക്കും. അതെല്ലാം അവിടെ കുത്തിക്കെട്ടും. ഒറ്റ ഫയലിൽ കുത്തിക്കെട്ടിയിട്ട് കൺസോൾട്ടേറ്റഡ് പ്രോജക്റ്റായിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കും. പിന്നെ പൈസ അനുവദിക്കും. അപ്പോഴാണ് ഗവൺമെൻറ് നോക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് പൈസ കൊടുക്കണമെന്ന്. അപ്പോൾ ചിലതിന് കൊടുക്കും, ചിലതിന് കൊടുക്കാൻ കാണൂല, ഇതെല്ലാം കൊടുക്കുന്നത്. പക്ഷേ അതേ ഡിപ്പാർട്ട്മെൻറ്റുകൾ തന്നെയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതാണ് നമ്മളെ പരമ്പരാഗത രീതി. അങ്ങനെ ചെയ്താൽ അത് ഫെയിലിയർ ആയിരിക്കും. പുത്തുമലയിൽ 25 വീട് കൊടുത്തിട്ടുണ്ടെങ്കിൽ 15 വീട് ചോരുന്നു എന്ന് ചോരുന്ന വീട്ടിൽ താമസിക്കുന്ന ഒരു ഉമ്മ ഇന്നലെ വേറെ ചാനലിൽ ഞങ്ങളോട് സംസാരിച്ചു. 15 വീട് ചോരുന്നു, അതിൽ 10 വീട് ചോരുന്നു, അതിൽ ഒരു വീട്ടിലാണ് ഈ ഉമ്മ താമസിക്കുന്നത്. 7 സെൻറ്റ് സ്ഥലമേ കൊടുത്തിട്ടുള്ളൂ. 15 സെൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. 7 സെൻറ്റേ കൊടുത്തിട്ടുള്ളൂ. ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നവരാണ്. അവർക്കും അവരുടെ മക്കൾക്കും കൂടി ഭൂമി കിട്ടേണ്ടതാണ്. സാങ്കേതികത്വം പറഞ്ഞ് മക്കൾക്ക് കൊടുത്തിട്ടില്ല. അവിടെ ഒരു ഹെൽത്ത് സെൻ്ററോ ബാലവാടിയോ അങ്ങനെ എന്തോ സംവിധാനം കൂടെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അതിനകത്തുണ്ടായിരുന്നു ഈ ചർച്ചയിൽ. പ്രസിഡന്റ് പറഞ്ഞത് റവന്യൂ വകുപ്പിൻ്റെ ഭൂമി പഞ്ചായത്ത് വകുപ്പിന് വിട്ടുകൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്താ പ്രഖ്യാപനം? റവന്യൂ വകുപ്പിൻ്റെ കയ്യിലിരിക്കുന്ന ഭൂമിയാണ് ഗവൺമെൻറ്റിൻ്റെ. പഞ്ചായത്ത് വകുപ്പ് വേറെ ഗവൺമെൻറ്റാണ്, ഇത് സെയിം ഗവൺമെൻറ്റാണ്. കൊടുക്കാൻ പറ്റിയിട്ടില്ല. 1.5 വർഷമായിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കയറി ഇറങ്ങാണ്. ഇങ്ങനെയാണ് റീഹാബിലിറ്റേഷൻ നടത്തുന്നതെങ്കിൽ ഒരു ഫെയിലിയർ ആയിരിക്കും. അതുകൊണ്ട് ഒരു ടൗൺഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുക. ഒരു നല്ല സീനിയർ IAS കാരനെ, ജൂനിയർ ആരെയും വെക്കരുത്. ഒരു സീനിയർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള, പ്രകൃതിയോട് സ്നേഹമുള്ള, അങ്ങനെയുള്ള IAS കാരും ഉണ്ടല്ലോ, പ്രകൃതിയോട് സ്നേഹമുള്ള, മണ്ണിനോട് സ്നേഹമുള്ള ഒരു സീനിയർ IAS കാരനെ വയ്ക്കുക. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക. അതിന് വയനാട് നിന്നും കേരളത്തിലെയും രാജ്യത്തെയും നല്ല എക്സ്പേർട്ടുകളെ വിളിക്കുക. അവരെക്കുറിച്ച് നല്ല ഐഡിയ ഷെയർ ചെയ്യുക. നല്ല പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുക. ഈ മിഷൻ ആയിരിക്കണം ഇത് നടത്തേണ്ടത്, ടൗൺഷിപ്പിൻ്റെ മിഷൻ. അതിന് പേര് കേട്ട്, നല്ലൊരു പേരൊക്കെ ഇട്ട് അങ്ങനെ ഒരു സംവിധാനം ചെയ്താലുള്ള ഗുണം, ഇത് ഒരു സ്ഥലത്ത് ചെയ്താൽ വയനാട് ജില്ലയ്ക്കാകെ ആലോചിക്കാം, ഇടുക്കിക്ക് ആലോചിക്കാം, കേരളത്തിലെ ഹിൽ ഏരിയയ്ക്ക് മൊത്തം ഭാവിയിൽ എന്താ ആലോചിക്കാം? ഈ മിഷൻ്റെ സംവിധാനത്തെ. പിന്നെ ട്രെയിനിങ് സെൻ്ററും ആലോചിക്കാം, ഫീൽഡ് ട്രെയിനിങ്. മറ്റതിരുന്നോട്ടെ, ILDM ഒക്കെ ഇരുന്നോട്ടെ, അവരൊന്നും പൊളിക്കണമെന്നല്ല. ഫീൽഡ് ട്രെയിനിങ്, മൗണ്ടനിയറിങ് ലൈഫിനെ കുറിച്ചുള്ള ട്രെയിനിങ് വയനാട് നടക്കട്ടെ. കോസ്റ്റൽ ഏരിയയിലുള്ള ട്രെയിനിങ്, ഇതുപോലെ ഏതെങ്കിലും ഒരു കോസ്റ്റൽ അഫക്റ്റഡ് ആയിട്ടുള്ള കോസ്റ്റൽ ഏരിയയിലും കൂടെ ചിന്തിച്ചാൽ എത്ര സുന്ദരമായിരിക്കും. എന്നിട്ട് വീട്, ആരോഗ്യ കാര്യങ്ങൾ, തൊഴിലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഭയങ്കര പ്രശ്നമാണ്. കാര്യം അവരെ നാട്ടിൽ കൊണ്ടുവരികയല്ലേ. റബ്ബർ തേയിലത്തോട്ടം തൊഴിലാളിയെ തിരുവനന്തപുരത്തോട്ട് താമസിപ്പിച്ച് എന്ത് ചെയ്യാനാണ് അവർ? അപ്പോൾ തൊഴിൽ, അവരുടെ വിദ്യാഭ്യാസം, പിന്നെ അവരുടെ ആരോഗ്യം, ഈ കാര്യങ്ങളെ അവരുടെ അടിസ്ഥാനപരമായി നോക്കുകയും അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ദീർഘകാലത്തിൽ വയനാട് ജില്ലയിലെയും ഇടുക്കി ജില്ലയിലെ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് ആളുകളെ ക്രമാനുഗതമായി എവിടെ കൊണ്ടുവരണം? സുരക്ഷിത മേഖലയിൽ കൊണ്ടുവരണം. അപ്പോൾ എന്നിട്ട് സീസണലിൽ മാത്രമേ അവരെവിടെ താമസിക്കട്ടെ, അവരെ വീടുകളൊക്കെ താമസിക്കണം. സീസണുകളിൽ ടൂറിസം അവിടെ ആവട്ടെ. സമ്മർ സീസണിൽ കുഴപ്പമില്ലല്ലോ, പെട്രോളൊന്നും പൊളിക്കണ്ട, പ്രകൃതി ദർശനം പോട്ടെ. റെയിനി സീസണിൽ അവരവിടെ പാടില്ല, സ്ഥിരമായിട്ട് അവരവിടെ പാടില്ല. സർക്കാരിന് ചെയ്യാവുന്ന കാര്യമാണ്, പഞ്ചായത്തുകൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ ആ തരത്തിലുള്ള പുതിയ കേരളത്തെക്കുറിച്ച്, പുതിയ വയനാടിനെക്കുറിച്ച്, പുതിയ മിഷനെക്കുറിച്ച് ആലോചിച്ച് ആളുകൾ റീഹാബിലിറ്റേറ്റ് ചെയ്തില്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ ഇതേ ചാനലിൽ ഇതുപോലെ നമുക്കിരുന്ന് പറയാം, പുത്തുമല, കവളപ്പാറ, പോത്തുപടി, അത് ഇതൊക്കെ എന്തായെന്ന് നമുക്ക് ചോദിക്കാം. നമുക്ക് അങ്ങനെ കാലാവസ്ഥ അഭയാർത്ഥികളെ സൃഷ്ടിക്കാം. വേണോ വേണ്ട എന്നൊക്കെ
കേരളത്തിലെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ, കേരളത്തിലെ ഗവൺമെൻറ്റുകൾ തീരുമാനിക്കട്ടെ, കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കട്ടെ, ഇവിടുത്തെ മാധ്യമം എല്ലാവരും കൂടി തീരുമാനിക്കാം, പൊതുസമൂഹം എല്ലാവരും കൂടി. അവിടെ വിമർശനങ്ങളും ശരിയും തെറ്റും എല്ലാം നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊരു ഡെമോക്രാറ്റിക് ആവാം, കുറച്ചുകൂടി ബി ഡെമോക്രാറ്റിക് ആണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇതൊരു വലിയ ദുരന്തമാണെങ്കിലും അതൊരു അവസരമാക്കി ഈ സമൂഹത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നാണ് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് നമ്മോട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ ദുരന്ത നിവാരണ രംഗത്തെ സജ്ജീകരണങ്ങളിലെ വലിയ പാളിച്ചകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടി തന്നു. വളരെയധികം നന്ദി സർ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത്.